അപ്പോൾ ടോമിക്സ് ബിഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകണം. അതായത് ഈ കാണുന്ന വെറും 100 രൂപയുടെ കൂരി മുതൽ 700 രൂപയുടെ നെയ്മീൻ വരെ ഉണ്ടായ ദിവസമാണ്. അങ്ങനെ ഈ ആഴ്ചത്തെ എല്ലാ മീനുകളുടെ വില നിലവാരവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇന്നത്തെ. ഞാൻ പറഞ്ഞതുപോലെ 100 രൂപയുടെ കൂരി മുതൽ ഏറ്റവും വലിയ ചുണ്ടൻ കൂരിക്ക് 200 രൂപ വരെ ആയിരുന്നു വില. അതേപോലെ തന്നെ ഈ മീനിന്റെ പേരാണ് പാലൻ. നമ്മുടെ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനുണ്ട്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 120 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാരഞ്ച് മീനിന്റെ തക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കടയിലുള്ളതെന്ന് പറഞ്ഞാൽ വനാമിയാണ്. വനാമിയുടെ വില എന്ന് പറഞ്ഞാൽ 360 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് വെളുപ്പിനെ തന്നെ നമ്മുടെ ഒരു വലയിടുന്ന ചേട്ടൻ പിടിച്ചിട്ട് വന്ന കുറച്ച് വഴുതയും കരിമീനൊക്കെ ആയിരുന്നു കാണുന്നത്. അപ്പോൾ വഴുതിയുടെ വില എന്ന് പറഞ്ഞാൽ 280, പിന്നെ ഈ കാണുന്ന പൂമീൻ്റെ വില എന്ന് പറഞ്ഞാൽ 240 അങ്ങനെ വെളുപ്പിനെ തന്നെ നമ്മുടെ കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് ആദ്യം തന്നെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ നമ്മുടെ വനാമിച്ച മീൻ തന്നെയാണ്. അപ്പോൾ ഒരു 4 കിലോ കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിദിന് എടുത്ത് കൊടുക്കുന്ന കാഴ്ചയുണ്ട് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്ന പോലത്തെ പച്ചച്ചിമീൻ മാത്രമല്ല, ഈ കാണുന്ന പോലത്തെ നല്ല വലുപ്പമുള്ള തെള്ളിച്ചിമീൻ ഉണക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കിലോ വില എന്ന് പറഞ്ഞാൽ 600 രൂപയായിരുന്നു ഉണക്കച്ചിമീൻ്റെ വില. അതിനുശേഷം നമ്മുടെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോഴേക്കും ഒരു 2 കിലോ ചെമ്മീൻ കിള്ളി വെക്കുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ അതിനെന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീതം ചേച്ചിക്ക് കിള്ളാൻ കൊടുത്തിട്ട് തൂക്കിയിട്ട്. അപ്പോൾ സീതം ചേച്ചി രാവിലെ തന്നെ വെളുപ്പിന് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കും വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ മീനായാലും ശരി, ഇതേ കാണുന്ന പോലത്തെ നല്ല കാളാഞ്ചിയും ചെമ്പല്ലിയൊക്കെ ആയാലും ശരി, നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീൻ വേറെ ആളെടുത്തിട്ട് പോകുന്നതിന് മുമ്പ് ആ മീൻ വിറ്റ് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതെടുത്ത് സേവ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനീ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വേറൊരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു വെളുപ്പിനെ തന്നെ. അപ്പോൾ പുള്ളിക്കാരന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് 2 കിലോ ഉള്ള ഒരു കാളാഞ്ചിനാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മളതിന് ലൈവായിട്ട് തന്നെ ഒരു കാളാഞ്ചിന് എടുത്തു. അപ്പോൾ അതിൻ്റെ തൂക്കെന്ന് പറഞ്ഞിട്ട് 200 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാക്കോച്ചേട്ടനുണ്ട് അതിനെ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ ഈ കാളാഞ്ചിയുടെ വില എന്ന് പറഞ്ഞാൽ അതായത് ജീവനുള്ളതായാലും ശരി ജീവനില്ലാത്തതായാലും ശരി ഏകദേശം 1 കിലോ സൈസ് വരുന്ന ഇപ്പോൾ അതിന് മുകളിലുമുള്ള കാളാഞ്ചിയുടെ വില എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചത്തെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 500 രൂപയാണ്. പിന്നെ 2.5 കിലോ സൈസ് വരുന്ന അതിന് മേൽപോട്ടും തൂക്കം വരുന്ന കാളാഞ്ചിയുടെ വില, അതായത് ഇപ്പോൾ ചൂണ്ടയാണെങ്കിൽ അതിനനുസരിച്ച് വിലയും കൂടും. ഇപ്പോൾ നമ്മുടെ ചാകചരം വെട്ടുന്ന കാളാഞ്ചി എന്ന് പറഞ്ഞാൽ പുഴയിൽ തന്നെ, അതായത് നമ്മുടെ കായലിൽ തന്നെ കേജികൾ കിട്ടിയിട്ട് അതിൽ കാളാഞ്ചിനെ വളർത്തുന്നൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ വളർത്തിയെടുത്ത കാളാഞ്ചികളാണ്. അപ്പോൾ ഇതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ചെമ്മീനും, അതായത് തെള്ളിച്ചെമ്മീനും പിന്നെ ചെറിയ മീനുകളൊക്കെ കൊടുത്തിട്ട് വളർത്തുന്ന കാളാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. കാളാഞ്ചിക്ക് ടേസ്റ്റ് കുറവോ അങ്ങനെയൊരു വേറെ വ്യത്യാസങ്ങളോ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഈ ഒരു സൈസ് കാളാഞ്ചികളൊക്കെ, ഈ ടൈപ്പ് കാളാഞ്ചികൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. നല്ല ഫ്രഷായിട്ട് ലൈവായിട്ട് തന്നെ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അങ്ങനെ വെളുപ്പിനെ തന്നെ നമ്മുടെ ചാക്കോച്ചേട്ടൻ ആദ്യമായിട്ട് വെട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ഈ കാളാഞ്ചിയാണ്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ചാക്കോച്ചേട്ടനായിട്ട് സംസാരിച്ചൊക്കെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ചാക്കോച്ചേട്ടൻ ഉണ്ടായിരുന്നില്ല, ലീവായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചാക്കോച്ചേട്ടൻ അതിനെ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ സീതമ്മ ചേച്ചിക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഓൾമോസ്റ്റ് കിള്ളിയും കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പതുക്കെ നേരം വെളുത്തിട്ടുണ്ട്, പതുക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാളാഞ്ചിയും കൂരിയുമായിരുന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് പോയിട്ടുണ്ടായിരുന്നത്, വിറ്റ് പോയത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞണ്ടുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞണ്ടുകളും ആൾക്കാർ രാവിലെ തന്നെ വാങ്ങിച്ചിട്ട് ഇഷ്ടംപോലെ പേര് വാങ്ങിച്ചിട്ടും പോയിട്ടുണ്ടായിരുന്നു. അതിലിത് ഈ കാണുന്ന സൈസ് ഞണ്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 340 രൂപയുടെ ഞണ്ടുണ്ട്. നമ്മുടെ കായലിൽ നിന്ന് പിടിക്കുന്ന ഞണ്ടുകളാണ്, എല്ലാത്തിനും ജീവനുണ്ടാവും. പിന്നെ ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കരിമീനാണ്. അത്യാവശ്യം വലിപ്പമുള്ള കരിമീനാണ്. കിലോയ്ക്ക് 580 ഒരു കിലോയിൽ ഒരു 6 എണ്ണമൊക്കെ വീഴുന്ന സൈസ് കരിമീനാണ്. 5 അല്ലെങ്കിൽ 6 വീഴുന്ന കരിമീൻ്റെ വില എന്ന് പറഞ്ഞാൽ 580. പിന്നെ അത് ഈ കാണുന്ന നല്ല നാടൻ അയിലയുടെ വില എന്ന് പറഞ്ഞാൽ വള്ളക്കാര ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 180 രൂപയായിരുന്നിട്ട് ഇന്നത്തെ. പിന്നെയെന്ന് പറഞ്ഞാൽ ചെമ്പല്ലിനെയൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്ന് പറയാം. ഇപ്പോൾ ദേ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ചെമ്പല്ലികളാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സൈസ് വരുന്ന ചെമ്പല്ലിയുടെ വില എന്ന് പറഞ്ഞാൽ 540, 500 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരെണ്ണമുള്ളത് വഴുതിയായിരുന്നു. പിന്നെ ഇത് കാളാഞ്ചി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 500 രൂപയുടെ കാളാഞ്ചിയാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് നാടൻ മീനുകൾ വന്നിട്ടുണ്ടായിരുന്നു, വലക്കാരുടെ മീനാട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ കതിരാനും പ്രായലും കണമ്പുമായിരുന്നു. അപ്പോൾ അത് ആ സൈസ് വരുന്ന കതിരാൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 380, പ്രായലിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 280 രൂപയുമായിരുന്നുണ്ടോ. പിന്നെ അതിൽ കുറച്ച് വറ്റ ഉണ്ടായിരുന്നു. വറ്റ എന്ന് പറഞ്ഞാൽ 240 രൂപയുടെ വറ്റയായിരുന്നു കേട്ടോ അത്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മീനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് ആൾക്കാരും ഇഷ്ടംപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ കണ്ടി കാണുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ കുറച്ച് കാരച്ച് മീനും, അതായത് നമ്മുടെ ടൈഗർ പ്രോൺസ്, പ്രായൽ, കൂരി, കരിമീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ കാണുന്ന പോലെ ടൈഗർ പ്രോൺസ് ആയിരുന്നു. ഈ ഒരു സൈസ് വരുന്ന ടൈഗർ പ്രോൺസിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 540 രൂപയുണ്ടാകും. പിന്നെ അതേ പ്രായലുണ്ടായിരുന്നു നല്ല നാടൻ പട്ടത്തി, ഞങ്ങളുടെ നാട്ടിലൊക്കെ പട്ടത്തി എന്നാണ് ആ മീനെ പറയണത്. അപ്പോൾ ആ ഒരു മീനെ നമ്മൾ വിറ്റ് വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 140 രൂപയായിരുന്നിട്ടാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് എല്ലാ മീനും കൂടെ ഒരുമിച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തിരിഞ്ഞ് മാറ്റാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിൽ നിന്ന് എല്ലാ മീനെയും അതിൻ്റേതായ വിലയും വലിപ്പവും അനുസരിച്ചിട്ട് തരംതിരിക്കുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെമ്പല്ലി ഉണ്ടായിരുന്നു, കൂരി ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നു, പ്രായലി, ചെറിയ കരിമീൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും പല പല വിലകളാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി തൂക്കിയെടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഒരു വിലയിട്ടിട്ട് പൈസ കൊടുത്ത് വിടാറാണ് പതിവ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് നാടൻ കണമ്പ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല പച്ച ഐസിടാത്ത കണമ്പാണ് കേട്ടോ, വലക്കാരുടെ കണമ്പാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 280. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുതിന് 280, അതായത് അതിനേക്കാളും താഴെയുള്ളതിന് 240 വരുന്നു. അതേപോലെ ഈ കാണുന്ന പോലെ ഇഷ്ടംപോലെ ഞണ്ടും കരിമീനൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ വരുന്നതിനനുസരിച്ച് അപ്പോൾ തന്നെ അത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം അത് ഐസ് ചെയ്ത് വെക്കേണ്ടി വരാറില്ല. പിന്നെ ഈ കാണുന്ന ഞണ്ടുണ്ടല്ലോ, ഒരു ചേട്ടൻ പിടിച്ചിട്ടുണ്ടെന്ന ഞണ്ടാണ്. അപ്പോൾ അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു 1,350 ഗ്രാം ഉണ്ടായിരുന്നു, 1 കിലോ 350. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 3,100 രൂപയായിരുന്നുണ്ടാ. അങ്ങനെ ഇന്നെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഈ കാണുന്ന പോലെ കരിമീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കരിമീന് 580, മീഡിയം സൈസിന് 440 ആയിരുന്നുട്ടോ. പിന്നെ ആ കാണുന്ന സൈസുള്ള ഈ കാണുന്ന ചെമ്പല്ലി ഉണ്ടല്ലോ, ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 480 രൂപയായിരുന്നുട്ടോ. അപ്പോൾ ഇതൊന്നും ഒരു തരി ഐസ് പോലും ഇടാത്ത മീനാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ കടയിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയ മീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കിങ് ഫിഷ്, നമ്മുടെ നെയ്മീൻ, അയക്കൂറ, അറയ്ക്കാന്നൊക്കെ പറയുന്നത്. അപ്പോൾ നെയ്മീൻ്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 700 രൂപയായിരുന്നുട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വളരെയധികം താങ്ക്സ് ചേട്ടാ. താങ്ക് യു സോ മച്ച്.